കുറെ അബോർഷൻ നടന്നു. അത് ഞങ്ങൾ ഒരുപാട് അത് നമ്മൾ പറയാറില്ലടി, ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ഒരു 3-4 പ്രാവശ്യം അബോർഷൻ. കുറെ ആൾക്കാർ ഭയങ്കര മാന്യതയായിരിക്കും, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂല. എല്ലാം ഓക്ക് കുട്ടി 5 വയസ്സായേ ഇതോട് കല്യാണം കഴിഞ്ഞ താനേ ഇങ്ങനെയെല്ലാം പറയുന്ന ആൾക്കാർ. കുടുംബങ്ങളും ബന്ധങ്ങളും തന്നെയാണ് ഇത് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഷോപ്പിന്റെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ പെൺകുട്ടികളാണ് ചെയ്യുന്നത്. ഇവരെ കാണുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാരുണ്ട്, ഡിവോഴ്സ് ആയത് ചോദിച്ച ആൾക്കാർ. ഇവളില്ലാത്തത് ഞാനിപ്പോ റിവീൽ ചെയ്യാം അല്ലേ. 5 വർഷത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം ഞാനിപ്പോഴും ഒരു സ്റ്റോറി ഉണ്ടാക്കിയാൽ തന്നെ ഇവരോട് ചോദിക്കും ഇതിന്റെ ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടാവും. നമ്മൾ എടുക്കാറുണ്ട്. ഏതാ ട്വിസ്റ്റ്? ട്വിസ്റ്റ് പറയാറുണ്ട്, എടുക്കാറില്ല. ഷോർട്ട് ഫിലിമിന് ഒറ്റ ടേക്ക്, ബർത്ത്ഡേ വിഷിന് 40 ഡേക്ക സിറ്റുവേഷനില്ല ഞാൻ കോമഡി പറയുള്ളൂ. അല്ലാണ്ട് കോമഡി ഇവിടെ ചിരിപ്പിക്കാൻ വെച്ചിട്ട് ഇന്നൊരു കോമഡി പാർട്ട് ഉണ്ടാവില്ല അല്ലേ. ജീവിതത്തിൽ ഞാൻ സീരിയസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് റിലീസ് ചെയ്തു. പിന്നെ സെക്കൻഡ് പാർട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. തേർഡ് പാർട്ട് നാളെ ഷൂട്ട് ചെയ്യണം. അപ്പം അതിന്റെ കഥ ഇതുവരെ ഞാൻ എഴുതിയിക്കില്ല, പക്ഷെ എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ എങ്ങനെയായാലും അതിന്റെ കഥ സെറ്റാക്കും. നിങ്ങളുടെ കൊറോണ കല്യാണമായിരുന്നല്ലോ. ഇപ്പം കൊറോണ സമയത്ത് കല്യാണം കഴിച്ച എല്ലാവരുടെ വിഷമാണ്. വിചാരിച്ച പോലെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല, നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് ആൾക്കാരെ വിളിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ വിഷമമുണ്ടായിരുന്നോ? എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന്. ഞങ്ങളുടെ നാട്ടിലെ കല്യാണം മലബാർ കല്യാണം ഫുള്ള് അലമ്പൊക്കെ ആയിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് നല്ല വിഷമമായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ ഇവിടെ മാത്രം, 2 ആള് പുറകില്. ടോട്ടൽ 50 പേര്. എത്രയായിരുന്നു? 20 പേര്. 20 പേരാണ് അന്നത്തെ. പിന്നെ എന്റെ വീടിന്റെ അപ്പുറത്തെല്ലാം കൊറോണ സ്ഥിരീകരിച്ചതുകൊണ്ട് ഒരു ചുരുക്കി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. 20 പറഞ്ഞാൽ നമ്മള് 40 കൊണ്ടുവരുമല്ലോ, അതിന് പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ കുറെ വർഷം ശേഷം വീണ്ടും കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ തന്നെ കേട്ടോ സ്വയം ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ആരെയും വിളിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറച്ച് ഒരാഴ്ച മുന്നേ വന്ന ആൾക്കാര്, അങ്ങനെ കല്യാണ ദിവസം അങ്ങനെ ഫ്രണ്ട്സ് വന്നിട്ടില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നു പോയത് എല്ലാവരും. ഈ 5 വർഷത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ചോദിക്കട്ടെ? ഞങ്ങളേതാ അത് വളരെ മനോഹരമായിരുന്നു അല്ലേ. വളരെ മനോഹരം. ഒരുപാട് സ്ട്രഗിൾസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഒരു ജോലി ഉപേക്ഷിച്ച് യൂട്യൂബിലേക്ക് വന്നപ്പോ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തരണം ചെയ്യാൻ അതിന് ഇവള് കൂടെ നിന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇവള് ജോലിക്ക് പോയിരുന്നു ആ സമയത്ത്. ജോലിക്ക് പോയിട്ട് ഞാൻ പുറത്ത് തിന്നു. ഈ പൊതുവെ ഹസ്ബൻഡ് ജോലിയില്ലാത്ത സമയത്ത് പെൺകുട്ടികൾ നോക്കുമ്പോ ആൺകുട്ടികൾ ചിലപ്പോ അതൊരു നാണക്കേട് പോലെ ആൾക്കാർ കാണും. ചിലര് അത് 2 പേർക്ക് കേട്ടോ. ഞാനത് വിസക്ക് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ആ സമയത്താണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ജോലിക്ക് പോകുന്നുണ്ട്, അല്ലാത്ത സമയത്ത് വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ റീൽസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് വിസ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് ആളുടെ ആഗ്രഹത്തിനും ആളൊരു കാര്യം പറയുമ്പോ അതിന് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വൈഫാണെന്ന് തോന്നുന്നു. അതായത് ആള് പറയണേ അത് വിശ്വസിക്കുക, സക്സസ് ആവും എന്ന് ഭയങ്കര കണ്ടെടുത്ത് വിശ്വസിക്കുന്ന ഒരു വൈഫായിട്ട് എനിക്ക് തോന്നുന്നത്. സ്വഭാവം എന്ന് വെച്ചാൽ ഏട്ടൻ പറയപ്പോഴും അത് ശരിയില്ല, ആരെ എന്താ പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കും. സെയിം കാര്യം വേറെ ഒരാൾ പറഞ്ഞാൽ ഞാൻ അതും വിശ്വസിക്കും. വിശ്വസിക്കും. പാവാണ്. അല്ല പാവല്ല, പെട്ടെന്ന് ആൾക്കാരാ ഞാൻ ട്രസ്റ്റ് ചെയ്യും. ഈ ഓൾറെഡി ഇപ്പൊ കമന്റ് ബോക്സിലായെങ്കിലേ ഇപ്പം നിങ്ങള് ഹസ്ബൻഡ് വൈഫ് ആണോ അല്ല, നിങ്ങൾ ഡിവോഴ്സ് ആയി തുടങ്ങി ഒത്തിരി കമന്റ്സ്. അതിന്റെ സത്യം നിങ്ങൾ തന്നെ പറയാം. ഞാനിപ്പോ ഷോപ്പിന്റെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എപ്പോഴും എന്റെ കൂടെ ഇപ്പൊ നമ്മള് പേരായിട്ട് ചെയ്യും. അപ്പൊ വേറെ പെൺകുട്ടികളാണ് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ ഇവരെ കാണുമ്പോൾ എന്റെ അടുത്ത് ചോദിച്ച ആൾക്കാരുണ്ട്, ഡിവോഴ്സ് ആയത് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാർ ഇവളില്ലാത്തോണ്ട് ഇപ്പൊ ഇവളില്ലാത്തത് ഞാനിപ്പോ റിവീൽ ചെയ്യാം അല്ലേ. ഒരു വലിയ വിശേഷമുണ്ട്, പറയൂ. അതെ, പ്രഗ്നന്റ് ആണ്. എത്ര മാസമായി? ഇപ്പൊ 4 മാസം. 4 മാസമായി. 5 വർഷത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം കുറെ അബോർഷൻ നടന്നു. അത് ഞങ്ങൾ ഒരുപാട് അത് നമ്മൾ പറയാറില്ലടി, ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ഒരു 3-4 പ്രാവശ്യം അബോർഷൻ. അതിന്റെ ഭയങ്കര സ്ട്രഗിൾ അല്ല നമ്മുടെ ലൈഫിൽ. 3 പ്രാവശ്യം ട്യൂബിലായി പോയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇയാള് നമ്മുടെ ഈ ബേബി വരാൻ വേണ്ടി പോകുന്നത്.
ഈ ഇപ്പം കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം കുട്ടിയായില്ലേ എന്നൊരു ചോദ്യമായിരിക്കും മിക്ക കപ്പിൾസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഒരു 5 years എടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൾക്കാരോട് അത് മാക്സിമം ചോദിക്കാതിരിക്കാന്നാണ് ഏറ്റവും ചെയ്യേണ്ട ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാ നിങ്ങൾ അതിനെ കാണുന്നത്? ഒരുപാട് ആൾക്കാർ അങ്ങനെ ചോദിക്കും, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇപ്പൊ കുറെ ആൾക്കാർ ഭയങ്കര മാന്യതയായിരിക്കും, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂല. ഇതൊക്കെ റീൽസിൽ ട്രോളുന്നതിനെ കൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടാ ചോദിക്കും. ഡയറക്റ്റ് ഇപ്പൊ ആരും ചോദിക്കുന്നില്ല, എല്ലാവരും ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാ ഓക്ക് കുട്ടി 5 വയസ്സായേ ഇന്ത്യയോട് കല്യാണം കഴിഞ്ഞതാനേ ഇങ്ങനെയെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളതൊന്നും പറഞ്ഞറിയില്ല, ഓരോ ചോദ്യല്ലേ. കറക്റ്റ് സമയത്ത് നാട്ടും പുറായതുകൊണ്ട് ആൾക്കാർ കൂടുതൽ ഡയറക്റ്റ് ചോദിക്കും. എന്തോ നമ്മളിത് എന്താ പറയാ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ബേബി എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ, നമ്മൾ വേണ്ടെന്ന് വെച്ച ആൾക്കാർ നിങ്ങൾ പിന്നെ ഓൾറെഡി ബ്ലോഗിലൊക്കെ ആക്റ്റീവ് ആവുമ്പോൾ ആൾക്കാർ വിചാരിക്കും അങ്ങനെ ലൈഫ് സക്സസ് പുറത്തുള്ള ആൾക്കാരല്ലേ, അടുത്തുള്ള ആൾക്കാരാണ് കൂടുതൽ ചോദിക്കാം. അതായത് കുടുംബങ്ങളും ബന്ധങ്ങളും തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സമയമാണ് രണ്ടുപേർക്കും എന്ന് തോന്നുന്നു. ആൻഡ് ഒരു അച്ഛനും അമ്മയാൻ വേണ്ടി പോവല്ലേ, എന്തൊക്കെ പ്രിപ്പറേഷൻ എടുത്ത് തുടങ്ങി രണ്ടുപേരും? ഒരു പ്രിപ്പറേഷനും ഇല്ല. ഓൾറെഡി ഇങ്ങനെ പറയല്ലോ, പുതിയൊരു കുട്ടി വരുമ്പം പുതിയൊരു പാരന്റ്സ് ആയിട്ട് മാറുകയാണല്ലോ രണ്ടുപേരും. വന്നതാ. അപ്പോ ഞങ്ങള് ടെസ്റ്റ് ചെയ്ത സമയത്ത് നെഗറ്റീവ് ആയിരുന്നു ഫസ്റ്റ്. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പോസിറ്റീവ് കണ്ടത്. നെഗറ്റീവ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കറിയാലോ എന്തായാലും നെഗറ്റീവ് ആണ്, ആ ഒരു രീതിയിൽ ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ അയ്യോടാ, സന്തോഷം കൊണ്ട് അത് ഭയങ്കര ഒരു ഫീൽ ആയിരിക്കും. ഈ സമയത്ത് ഇപ്പം ഹസ്ബൻഡ് ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, നമ്മൾക്കാണ് കൂടുതൽ ചോദ്യങ്ങൾ പെൺകുട്ടികളോടാണ് ചോദിക്കുക പല സിറ്റുവേഷനിലും. ആ സമയത്ത് ഹസ്ബൻഡ് നിലയിൽ ചേട്ടൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഏട്ടൻ അങ്ങനെ അങ്ങനത്തെ കാര്യം ഞങ്ങൾ അധികം സംസാരിക്കലില്ല, നെഗറ്റീവ് കാര്യങ്ങളാണ് അധികം ഡിസ്കസ് ചെയ്യില്ല. ഇപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മള് വലുതാവുമല്ലോ, അത് അങ്ങനത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യും. പക്ഷെ വിഷമം ഉണ്ടാവും. എന്നോട് ആരും ചോദിച്ചാൽ ഞാൻ ഒന്നും പറയില്ല, ഇവരുടെ അങ്ങനത്തെ ഒന്നും ഞാൻ പറയില്ല, ഷെയർ ചെയ്യില്ല. അത് അപ്പൊ അവര് ചോദിച്ച കാര്യം വിജയിച്ചല്ലോ, ഇവിടെ എത്താൻ പാടില്ലല്ലോ. നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അത് ഭയങ്കര രസമാണ്. നമ്മൾ പറയാതെ തന്നെ അത് രണ്ടുപേർക്കും അത് ഫീൽ ആവും. ഒരാൾക്ക് വിഷമാവുന്ന കാര്യങ്ങൾ മാക്സിമം അത് ചോദിക്കാതിരിക്കുക, ഹൈഡ് ചെയ്യാന്ന് കാണിക്കാനുള്ള ഒരു ബുദ്ധി കാണിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഭയങ്കര മേഡ് ഫോർ ഈച്ച് അതർ ആയിട്ടുള്ള കപ്പിൾസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റിൻഷയുടെ മുഖമൊക്കെ മാറി ഇരിക്കണം ഫീലായി. ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഇത് നോർമലി പറയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടുത്തത് കുറച്ചുകൂടി ടഫാക്കി തരാം. ഓക്കെ, ശരി. കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അതിൽ ഏതാണ് എന്ന്, ആരാണ് എന്താണെന്നൊന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ. ജീവിതത്തിലെ സജഷൻ ആണോ സീരിയസിൽ കൊടുക്കുന്ന സജഷൻ ആണോ ഗുഡ് തോന്നിട്ട് തരുന്ന സജഷൻസ്? അതെന്തുകൊണ്ടാ അങ്ങനെ തന്നൊരു സജഷൻ? എന്താ അങ്ങനെയല്ല, നമുക്കിപ്പോ പിന്നെ കിട്ടണില്ല. ഓക്കെ, അങ്ങനെയല്ല. ഇപ്പൊ ഏട്ടൻ എന്ത് സജഷൻ പറഞ്ഞാലും ജീവിതത്തിലെ സജഷന് നമുക്ക് എപ്പം വേണേ മാറ്റാം. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റാനാവില്ലല്ലോ. ഓ അങ്ങനെ, അതുകൊണ്ട്. ഓക്കെ, ഈ ആളെ തലയാട്ടാ. പൊതുവെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആളതില് അഭിപ്രായം പറഞ്ഞ് കൃത്യമായിട്ട്, ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ആളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് സജഷൻ തരുന്ന ഒരാളാണോ? എനിക്ക് തോന്നുന്നത് ഞാനാണ്. തിരിച്ചാണ് ചിരി. കാരണം ഏട്ടൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കാര്യത്തിൽ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഓക്കെ, ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കും. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, കൂടുതൽ മുൻതൂക്കം ഇവിടെ അഭിപ്രായത്തിന് അതായിരിക്കും നല്ലത്. സമാധാനമായ ജീവിതത്തിന് ഭാര്യയുടെ വാക്കുകൾ കേൾക്കുന്നതാണ് നല്ലത്. അങ്ങനെയല്ല, ഞാന് അധികം നമ്മളിപ്പോ ഭാര്യമാരപ്പോ അവർക്ക് നല്ലതുള്ളതല്ലേ ചെയ്യും. ഭാര്യമാരെന്നല്ല എല്ലാരും അങ്ങനെ തന്നെ ചെയ്യും. എന്നാലും നമ്മള് കുറച്ചും കൂടി കെയർ കൂടുതലായിരിക്കുമല്ലോ. അതെ. ഓക്കെ, ഇതേപോലെ വീഡിയോസിലും സജഷൻ പറയാറുണ്ടോ? സജഷൻ ഞാൻ ചോദിക്കാറുണ്ട്. ഞാനിപ്പോഴും ഒരു സ്റ്റോറി ഉണ്ടാക്കിയാൽ തന്നെ ഇവരോട് ചോദിക്കും ഇതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ എങ്ങനെ ഉണ്ടാവും ചോദിക്കപ്പോൾ സജഷൻ പറയാറുണ്ട്, എടുക്കാറുണ്ട്. ട്വിസ്റ്റ് ഇടും, ഞാൻ പറയാൻ വരുമായിരുന്നു. ആള് ട്വിസ്റ്റ് തരും. ആളിന്റെ ട്വിസ്റ്റ് ഒക്കെ സക്സസ് ആയിട്ടുണ്ടോ? ട്വിസ്റ്റ് പറയാറുണ്ട്, ശരി. എടുക്കാറില്ല? എടുക്കാറുണ്ട്. എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഓരോ മൈൻഡാ.
പ്രഗ്നൻസ് mood swings. മൂഡ് സ്വിംഗ്. ഇപ്പൊ ഞാൻ അധികം ഒന്നും ചോദിക്കില്ല. ചില സമയത്ത് പറയൂ ദേഷ്യായിരിക്കും. ദേഷ്യം ഇപ്പം ഭയങ്കര ദേഷ്യം. ആണോ? ഭദ്രകാളി അങ്ങനെയല്ല, എനിക്കത് അറിയില്ല എന്താണ്. അത് മൂഡ് സ്വിങ്സിന്റെ ഭാഗമായിട്ട് ടൈമല്ല. എന്താണ്? എന്നാലും ഞാൻ പോയി ചോദിക്കും ഇതിന്റെ ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടാവും. ഒരു മനസ്സ് ചോദിച്ചില്ലെങ്കിൽ ഇഷ്ടമല്ല. ഇപ്പൊ ഇങ്ങനെ ക്ഷീണം പിടിച്ചിരിക്കുമ്പോ ഏട്ടൻ ഇങ്ങനെ കഥയും കൊണ്ടുവരും. ഞാൻ പറയും കുറച്ച് കഴിഞ്ഞിട്ട്. ഈ ക്രേവിങ്സ് പരിപാടിയൊക്കെ തുടങ്ങി ആളെ വിട്ടിട്ട് മസാല ദോശ വാങ്ങിക്കൊണ്ടുപോവാ. ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കല. ഇവളെ വീട്ടിലാ ഉള്ളത്. അപ്പം ഇവക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ക്രേവിങ്സ് തോന്നുന്നു മോളെ ഉണ്ടാക്കി കഴിക്കലാണ്. പിന്നെ ഇടയ്ക്കൊക്കെ പറ്റുന്നില്ല. ഇനിയിപ്പം മാറുമായിരിക്കും. ഇനിയിപ്പം ചിലപ്പം പുറത്തുള്ള ഫുഡ് അധികം ഇഷ്ടമില്ല. ഇപ്പൊ ഇഷ്ടമില്ല, വീട്ടില് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. ഓക്കേ, ചോദിക്കട്ടെ അടുത്തത്, ക്യാമറയ്ക്ക് മുന്നിലെ റൊമാൻറ്റിക് ആണോ വീഡിയോക്ക് പിന്നിലെ റൊമാൻറ്റിക് ആണോ? ആരാ നിങ്ങൾ? ആരാണ് കൂടുതൽ? ആരാണ് റൊമാൻറ്റിക്? ക്യാമറക്ക് മുന്നില് റൊമാൻറ്റിക് ഇല്ല. ഇല്ല, പിന്നിലാണ് റൊമാൻറ്റിക്. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? അല്ല, ആള് ചെയ്തൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താ? ഞാൻ ഉദ്ദേശിച്ചത് റൊമാൻറ്റിക് സസ്പെൻസ് അങ്ങനെ എന്തെങ്കിലും. അത് തന്നിട്ടില്ല. അതെന്ന് വെച്ചാല് ഞാന് ബർത്ത്ഡേക്ക് ഇവിടെയാണുള്ളത്. അധികം ഞാൻ ഒരു 6 month ആകുമ്പോ പ്രഗ്നന്റ് ആയിട്ട് ഇവിടെ ആയിരിക്കും. അപ്പോ ആ ടൈമില് ഏട്ടൻ ഒരു ദിവസം രാത്രി വന്നിട്ട് സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് നാട്ടിലില്ലേനു ആള്. അന്ന് കഷ്ടപ്പെട്ട് വന്ന് എനിക്ക് സർപ്രൈസ് ചെയ്തു. അതെനിക്ക് ഭയങ്കര, കാരണം ഞാൻ വരൂലെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ്. ഞാൻ ആദ്യം ഒരു നാളെ സർപ്രൈസ് ഉണ്ടെന്ന് പറയാറുണ്ട്. നശിപ്പിച്ചു തരുന്നൊക്കെ തിരിച്ച് ഞാൻ കൊടുക്കലുണ്ട്. ഞാൻ ഇവിടെ എനിക്ക് എപ്പോഴും സർപ്രൈസ് തരും. പക്ഷെ ഇവിടെ 24 മണിക്കൂർ എന്റെ കൂടിയാ. പിന്നെ ഞാൻ ഇവർക്ക് സർപ്രൈസ് കൊടുക്കാം. അത് കൊടുക്കാൻ പറ്റും ശരിക്കും. ഞാൻ ഏട്ടൻ മുംബൈയിലുള്ള സമയത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മറ്റേ ഇവരില്ലേ കൊറിയർ ബോയ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളെ മനസ്സിലാവും. ഭയങ്കര വിഷമേനു. ഞാൻ പേയ്മെന്റ് എല്ലാം ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് സെപ്പറേറ്റ് പേയ്മെന്റ് ചെയ്ത്. ഓ, അപ്പൊ കുറച്ച് വിഷമമുണ്ടാവും. അവിടെ ബുക്ക് ചെയ്തു ഫ്ലവറും കൊണ്ടുവന്നിട്ട് എന്റേതല്ല. ഞാൻ ഓർഡർ ചെയ്തില്ല. ലാസ്റ്റ് എങ്ങനെ മനസ്സിലായി ആളെ തന്നെ? പിന്നെ ഇവിടെ വിളിച്ചു വാങ്ങിക്ക്. അപ്പൊ സന്തോഷായി. ആള് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇതുപോലെ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ എപ്പോഴും എനിക്ക് എല്ലാ വാലന്റൈൻസ് ഡേ ബർത്ത്ഡേ ഞങ്ങൾക്ക് ഏട്ടന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവരെ ഏട്ടന്റെ ബർത്ത്ഡേ അതിന്റെ 2 ദിവസം മുന്നേ. അപ്പൊ ഓൾറെഡി എല്ലാരും ഡിസ്കസ് അടുത്ത 2 ദിവസം കഴിഞ്ഞ ഏട്ടന്റെ ആണല്ലോ. ബർത്ത്ഡേ ഓർമ്മയുണ്ട്? എപ്പോഴാ? ഒക്ടോബർ 5 അറിയാം. ഇവിടെ തിരിച്ച് മാർച്ച് 30. ഓക്കെ, 1999 അല്ല, 98 അല്ല, 97. എന്താ 2000 കൂടുതലാ? ഓക്കെ, ജീവിതത്തിലാണോ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റിലാണോ ഏറ്റവും കൂടുതൽ ഫണ്ണ് ചേട്ടൻ പറയാ? സ്ക്രിപ്റ്റില്. സ്ക്രിപ്റ്റ് നമുക്ക് പ്രിപ്പറേഷൻ ടൈം ഉണ്ടല്ലോ. ജീവിതത്തിൽ ടൈം ഇല്ലല്ലോ, സ്പോട്ട് പറയണ്ടേ. ഓക്കെ, പക്ഷെ നിങ്ങളുടെ വീഡിയോസിൽ ഭയങ്കര രസാ, ഫൺ പരിപാടിയൊക്കെ രസമായിട്ട് നമുക്ക് ചിരി വരും. ചിലര് ഫൺ കാണിക്കാൻ നമുക്ക് ചിരി വരാറില്ല. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും സീരിയസ് കോണ്ടന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് ചെയ്യുമ്പോ അത് രസമായിട്ട് തന്നെ അത് കാണിക്കാറുണ്ട്. ഏട്ടൻ കൂടുതൽ കോമഡിയും ഇതില് സ്ക്രിപ്റ്റിലാണ്. ഇല്ലാതെ ഞങ്ങള് മറ്റേ ഈ ബർത്ത്ഡേ വിഷ് എല്ലാം പറയാം. ആൾക്കാർ പറയൂലേ ബർത്ത്ഡേ വിഷ് ചെയ്യുമോ പൊട്ടിച്ചിരിക്കും. ടേക്ക് എടുത്തെടുത്തെടുത്തെടുത്ത് ഷോർട്ട് ഫിലിമിന് ഒറ്റ ടേക്ക്, ബർത്ത്ഡേ വിഷിന് 40 ടേക്കാ. രണ്ടുപേരും പിന്നെ ചിരി തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. അനുഭവം ഉണ്ടാവില്ലോ. അതെ, ഓക്കെ. അടുത്ത ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് ഗേൾസിന് പൊതുവെ ഈ തമാശ പറയുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഈ തമാശ കഥകൾ പറയുന്ന, ഇപ്പം ശ്രീനിവാസന്റെ സിനിമയിൽ പറയല്ലോ, അപ്പം തമാശ പഠിച്ച് ബുക്കൊക്കെ എടുത്ത് വരുന്ന പോലെ തമാശകളൊന്നും പറഞ്ഞിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? അത് ഇവിടെ പാളിപ്പോവാറുണ്ടോ തമാശ പറഞ്ഞിട്ട്? ഇല്ല, പാളിപ്പോവില്ല. പറയുന്നത് നമുക്ക്
കോമഡി ഫീല്, പക്ഷെ പറയൂല. സിറ്റുവേഷനില്ല ഞാൻ കോമഡി പറയുള്ളൂ, അല്ലാണ്ട് കോമഡി ഇവിടെ ചിരിപ്പിക്കാന്ന് വെച്ചിട്ട് ഇന്നൊരു കോമഡി പാർട്ട് ഉണ്ടാവില്ല അല്ലേ. പക്ഷെ ഞാൻ വിചാരിച്ചത് ഭയങ്കര ഫണ്ണി കോമഡി ആയിരിക്കും. ജീവിതത്തിൽ ഞാൻ സീരിയസ് കണ്ടാ പറയില്ല. അങ്ങനെ അതായത് നമ്മളിപ്പോ ഞാൻ ഇവിടെ ഒന്ന് ചിരിപ്പിക്കാന്ന് വെച്ചിട്ട് കോമഡി ഒരിക്കലും കോമഡി വർക്കൗട്ട് ആവില്ല. അങ്ങനെ ഒരിക്കലും ഇപ്പൊ നമ്മളിപ്പോ എവിടെയും പോയി പുറത്ത് ആടെ നിന്നെങ്കിലും ആ സിറ്റുവേഷൻ വെച്ചൊരു കോമഡി പറഞ്ഞാൽ ചിലപ്പോൾ ചിരിക്കും. ഞാനിപ്പോ ഇവിടെ ഒന്നും ചിരിപ്പിച്ചാൽ ശ്രീനിവാസം പറഞ്ഞതിനോട്ട് നടക്കൂല. ഓക്കെ, അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ വീഡിയോസിലാണെങ്കിലും ഭയങ്കര സാഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. പെട്ടെന്ന് ലൈഫ് ഭയങ്കര ഇമോഷണൽ ആവുന്നത് ആരാ? ഇതില് പെട്ടെന്ന് വിഷമം വരുന്ന ഇമോഷണൽ ആവുന്ന ആരാണ്? പെട്ടെന്ന് വിഷമം വരുമോ? ഓക്കെ, ഈ ചെറിയ കാര്യം മതി കുട്ടികളെ പോലെ. എനിക്ക് ആരും എന്തേലും പറഞ്ഞ പെട്ടെന്ന് വിഷമം. കാണിക്കൂല, ഭയങ്കര ബോൾഡ് അഭിനയിക്കും. ഉള്ളി നല്ല വിഷമായിട്ടുണ്ടാവുന്നത്. അപ്പൊ ഈ അഭിനയിക്കുന്ന സമയത്ത് ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യുമ്പോ പറ്റൂല, എനിക്ക് കരയാൻ പറ്റൂല. എങ്ങനെ കരയിപ്പിക്കുക? ഈ രണ്ടുപേർക്കും കരയാൻ പറ്റില്ലല്ലോ. ഡയറക്ടർ സാർ എങ്ങനെ ഇവര് കരയിപ്പിക്കണേ? സ്കിപ്പ് ചെയ്യും. ബുദ്ധിപരമായ നീക്കം അല്ല, കരയും. പക്ഷെ അധികം റീൽസ് ചെയ്യുമ്പോൾ അധികം കരയേണ്ട സാധനങ്ങൾ വരത്തില്ല. ഷോർട്ട് ഫിലിം ആകി കരയേണ്ട സാധനങ്ങൾ കൂടുതൽ വരുക. റീൽസിൽ നമ്മൾ അധികം അങ്ങനെ സെന്റിമെന്റ്സ് ചെയ്യില്ലാന്ന് തോന്നുന്നു. ചെയ്യലുണ്ടാവുക, റീൽസിൽ ഒരു 75% നമ്മൾ കോമഡി പ്രാധാന്യം കൊടുക്കല്. ഇവര് ഗംഭീരമായിട്ട് ചെയ്ത സീനുകൾ ഉണ്ടോ ആൾക്ക് കൊടുത്തിട്ട്? ഇവിടെ ചെയ്ത ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഒരു ഗോസ്റ്റ് ആയി വരുന്ന ഒരു സാധനം ഭയങ്കരമായിട്ട് ഇവിടെ ചെയ്തിരുന്നു. ഈ സിനിമയിലെ ആൾക്കും ചാൻസസ് വരുന്നുണ്ടോ? ചാൻസസ് വന്നാൽ ഇവിടെ പോവില്ല. സിനിമ ഇൻട്രസ്റ്റ് ഇല്ല, സിനിമക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞങ്ങള് മൂന്നാളുള്ള സമയത്ത് മാത്രമേ അഭിനയിക്കലുള്ളൂ. അല്ലാണ്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല. ഷോർട്ട് ഫിലിം താല്പര്യമേ ഇല്ല. പിന്നെ ഞാള് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. ഭയങ്കര എക്സ്പെൻസാ. നമ്മളിപ്പോ പുറമേയുള്ള ആർട്ടിസ്റ്റിനെല്ലാം വിളിച്ച് ചെറിയ ആർട്ടിസ്റ്റ് അല്ല, അതല്ല ഇവിടെ നമുക്ക് എളുപ്പമില്ല പരിപാടി. ഏറ്റവും വലുത് പെട്ടെന്ന് പരിപാടി ചെയ്യല്ലോ. അപ്പൊ ഞാനും അമ്മയും ഇവളും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല പോകുന്നത്. ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. അതിപ്പോ നമ്മുടെ മൈൻഡിലുള്ള കഥയൊക്കെ ഒന്ന് വലുതായി. ആദ്യം ഒരു വീട്ടിനുള്ളിലുള്ള മാത്രം കഥകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ അത് മാറി ഇപ്പൊ കഥകളില്ല. ഞാൻ പല സ്ഥലത്തും പോയി. ഞാൻ കൊടക് പോയി ഷൂട്ട് ചെയ്ത്. ഞാൻ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി ഞാൻ കൊടക് പോയി. കൊടകിലെ വീഡിയോ കാണിക്കാൻ ഇവിടെ കൊടകുന്ന കല്യാണം കഴിച്ചൊരു വീഡിയോ അതാ ഹിറ്റായിരുന്നു. അപ്പൊ അതിന്റെ ഷൂട്ടിന് വേണ്ടി ഞാൻ കൊടക് പോയിട്ട് അവിടുത്തെ ടെമ്പിളിൽ നിന്ന് അവിടെ നിന്നൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അബി ഫോൾസ് ഷൂട്ട് ചെയ്തത്. ഇതിപ്പം ഇത്രയും എക്സ്പെൻസീവ് മുടക്കിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ അതിനുള്ള റിസൾട്ട് പേയ്മെന്റ് റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ടോ? കൊടക് പോകാൻ തന്നെ വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല. അല്ല, പൊതുവെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസും കൂട്ടി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് റവന്യൂ മിനിമം ഒരു ഇത് കിട്ടും. ചില വീഡിയോ ഒന്നും കിട്ടണമെന്നില്ല, ചില വീഡിയോ കയറും. അങ്ങനെയാണ്. എല്ലാ വീഡിയോ ഒന്നും ഒരുപോലെ കിട്ടണമെന്നൊന്നുമില്ല. നമുക്കറിയാലോ വീഡിയോ കാണുമ്പോൾ. ശരിയാ. ഇപ്പൊ ലൈഫിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ള ആരാണ് ഈ കൂടുതല്? പെട്ടെന്ന് കാണിച്ചല്ലോ. അതെന്താ ചേട്ടാ? ചേട്ടൻ തന്നെ പറഞ്ഞോ? എനിക്ക് സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അവ കൊടുക്കരുത്. ഞങ്ങള് പെൺകുട്ടികൾ കുറച്ച് എങ്ങനെയാ പറയുന്നൊക്കെ സത്യമായിരിക്കും. ചിലപ്പോ നിങ്ങളെ ശരിയായി പറയുന്നെങ്കിലും അക്സെപ്റ്റ് ചെയ്ത് തരാൻ ഞങ്ങൾ കുറച്ച് പ്രയാസം. പിന്നെ ഞങ്ങൾ പാവങ്ങളായിട്ട് കുറച്ച് സംബന്ധിച്ചു. പൊതുവെ ചേട്ടൻ എങ്ങനെയാ പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണോ റിൻ ചേട്ടൻ? ഇവിടെ എപ്പോഴും തിരുത്താറുണ്ട്. പെട്ടെന്ന് തന്നെ മാറാറുണ്ട്. കുറച്ച് പണിയാണ്, എന്നാലും നല്ലതാണ് തോന്നുന്നു. ഓക്കെ, അങ്ങനെ മാറ്റിയൊരു കാര്യം എന്താ? അത് ഏട്ടന്റെ രീതിയിൽ നമ്മള് മാറ്റിയ കാര്യം ഡ്രസ്സിംഗ് എന്നിവളിലെ ഞാൻ വേഗം മാറലുണ്ട്. അത് നന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഡ്രസ്സിങ് ഏട്ടൻ ഇടക്ക് കൂതറ ഡ്രസ്സായിരിക്കും, ഞാൻ മാറ്റി കൊടുക്കും. അപ്പൊ എന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഡ്രസ്സ് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ലൈഫില്, പക്ഷെ എല്ലാം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. കുറച്ച് കളർഫുൾ ആ ഇഷ്ടം, ഇങ്ങനെ ഉദിച്ചു നിൽക്കണം. പക്ഷെ എനിക്ക് കുറച്ച് മങ്ങിയ കളറാ ഇഷ്ടം. ഞാൻ വിശ്വസിക്കുന്നത് നമ്മള് ഡ്രസ്സ് തിളങ്ങുമ്പോ നമ്മളും തിളങ്ങുന്ന ആൾക്കൂട്ടത്തിൽ നമ്മളെ തിരിച്ചറിയുന്നൊക്കെ. ഫോർ എക്സാമ്പിൾ എന്നെ എടുത്ത് വെക്കണതൊക്കെ ഞാനും അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത്. കുറച്ച് കൂടിപ്പോയോ? ഓക്കെ, ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് തന്നിട്ടുള്ളത് ആരാ? ഇപ്പം ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒരുങ്ങി ഇറങ്ങാൻ ടൈം എടുക്കണേ ഷോപ്പിങ്ങിന് പോകുമ്പോ വടകര 15 ഷോപ്പ് ഉണ്ട് ചോദിച്ചോ. അപ്പൊ ആദ്യത്തെ ഷോപ്പ് കയറി ഇവിടെ ഡ്രസ്സ് എടുക്കും. ഒരു ചോപ്പ് ഡ്രസ്സ് എടുത്ത് ഒരു ചോപ്പ് എക്സാമ്പിൾ അതാണ് ഇടും.
എന്നിട്ട് 14 ഷോപ്പിലും കാര്യങ്ങള് എന്നിട്ട് ഫസ്റ്റ് ഷോപ്പിൽ തന്നെ മറ്റേ ആദ്യം എടുത്തേക്ക് എടുക്കും. അതെന്തിനാ പിന്നെ ആദ്യം ആദ്യം എടുത്താ പോരെ? ഞങ്ങള് സെലക്ട് ചെയ്യുന്നതാണ്. ഭയങ്കര സെലക്റ്റീവാ. അത് ചേട്ടനെ സെലക്ട് ചെയ്തില്ലേ? സെലക്ട് ചെയ്ത് നല്ലൊരാളെ ചൂസ് ചെയ്യും. ഡ്രസ് എടുക്കാൻ എല്ലാ ലേഡീസും അങ്ങനെ തന്നെ അല്ലേ? ഒരുവിധം നല്ല സമയം എടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം എടുക്കും. ഏട്ടൻ പക്ഷേങ്കില് ഏതെങ്കിലും ഷോപ്പിൽ പോയി എനിക്ക് വേഗം 3 ഇഷ്ടാവും. ഡ്രസ് എടുത്ത് ഏതെങ്കിലും 5 ഷർട്ട് 1 ഷർട്ട് നമുക്ക് ഇഷ്ടാവും. ഇഷ്ടാവും. നിങ്ങൾ എടുക്കുന്നത് ബ്ലാക്കും ബ്ലൂ അല്ലേ കൂടുതല്? അല്ലേ? ബ്ലാക്ക് എല്ലാവരും എടുക്കും. എല്ലാരും എടുക്കുക ബ്ലാക്കും ബ്ലൂ ഏറ്റവും കൂടുതല്. ഞാൻ എടുക്കുകയായിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര തപ്പേണ്ട ആവശ്യമില്ലല്ലോ, സ്ഥിരം എടുക്കുന്ന ഒരു കളറാണല്ലോ. കളർഫുൾ കളർഫുൾ ഗേൾസ് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ആളാണ്. ശരിക്കും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ടോ ചേട്ടൻ? അതാ ഞാൻ പറഞ്ഞ ഇവള് എന്റെ അടുത്ത് ചോദിക്കും ഇതെങ്ങനെയാന്ന് പറയും, ഞാൻ അടിപൊളിയാന്ന് പറയും. പക്ഷെ ഞാൻ അടിപൊളി പറഞ്ഞ പോലെ എടുക്കൂല. പിന്നെ ഞാൻ വണ്ടിയിലിരിക്കും, നീ എടുത്തോന്ന് പറയും. എന്റെ എടുത്തു കൊണ്ടുവന്നത് സൂപ്പർ എന്ന് പറയും. സമാധാന ജീവിതത്തിൽ ഡ്രസ്സിംഗ് സെൻസ് കുറച്ച് കൂടി ഇപ്പൊ നല്ല എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓക്കെ ഡ്രസ്സിംഗ് സെൻസ്. എനിക്കൊരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്ത് ഏട്ടനെയും കൂടി കൺസിഡർ ചെയ്യും. എനിക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് പക്ഷെ ഞാൻ ഓക്കെ എടുക്കൂല. ഏട്ടന് ഇഷ്ടപ്പെടുക വേറെ തന്നെ ഒരു ടൈപ്പാ. എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലത് അങ്ങനത്തെ ഡ്രസ്സ്. ആൾക്ക് എന്ത് ഡ്രസ് ഇട്ട് കാണാനാ ഇഷ്ടം? എവിടെയാ എനിക്ക് തിളങ്ങുന്നത്? പിന്നെ മോഡേൺ ഇഷ്ടമാണ്. മോഡേൺ ആണ് ഇഷ്ടം. മോഡേൺ ഇഷ്ടമാണ്. അത് ചേച്ചിക്ക് നാടൻ? എനിക്ക് നാടൻ അങ്ങനെയല്ല, എനിക്ക് കുറച്ച് ഇങ്ങനെ തിളങ്ങുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. മുത്ത് ഉദിച്ചു നിൽക്കാൻ പാടില്ല. സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെ ആരും നോക്കാൻ പാടില്ല, ശ്രദ്ധിക്കാൻ പാടില്ല. അതാണ് ചിന്തിക്കുന്നത്. പുറത്തിറങ്ങി പെട്ടെന്ന് ഡ്രസ് എല്ലാം ഇട്ട് എല്ലാരും ഇങ്ങനെ. ഇതിപ്പോ നിങ്ങൾ സിമ്പിൾ ആയാലും ഇപ്പൊ പുറത്തുപോയി നിങ്ങൾ രണ്ടുപേരും ആൾക്കാർ തിരിച്ചറിയുന്നില്ലേ? മുമ്പത്തെ കാര്യം ഇപ്പൊ നിങ്ങൾ എന്തിട്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫേസ് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുമല്ലോ, പുറത്തുമ്പോ ചിലപ്പോ നിങ്ങളെ മൂഡ് ശരിയാവുന്നുണ്ടാവില്ല, കുറച്ചേ സംസാരിക്കൂ. അപ്പൊ ആൾക്കാർക്ക് ഇത്രയും സംസാരിക്കൂ അങ്ങനെ തോന്നാറുണ്ട്? മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കലുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലും പോകുമ്പോ ചിലപ്പോ പനിയൊക്കെ പിടിച്ച് പോകുമ്പോ നമ്മൾ ആ ഒരു മൂഡിലായിരിക്കും ഹോസ്പിറ്റലിൽ. അപ്പൊ കമന്റ് വരും, മെസ്സേജ് ഒരിക്കൽ ഇവിടെ പനിച്ചിട്ട് ബോധയിലാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. അന്നേരം എന്തോ മൈൻഡിൽ എന്തോ സിറ്റുവേഷൻ അങ്ങനത്തെ. ശരിയാ, ചിലപ്പോ ഈ പബ്ലിക് ഫിഗർ ആകുമ്പോൾ നമുക്ക് സിറ്റുവേഷൻ എന്താന്ന് പോലെ ആൾക്കാർക്ക് ചിലപ്പോ ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മളെല്ലാവരും മൈൻഡ് ചെയ്യണം, അതാ വേണ്ടത്. അതെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ടല്ലേ നമ്മള് ഇരിക്കുന്നത് ഇപ്പൊ. അതെ, തീർച്ചയായിട്ടും. അടുത്ത ചോദിക്കട്ടെ, നിങ്ങളിലെ ആരാണ് പൊസസീവ് ആരാണ് കൂടുതൽ? കാരണം ഇപ്പം അങ്ങനെയല്ലല്ലോ ആദ്യം പറയാൻ. ഞാൻ പോസിറ്റീവ് കാണിക്കലുണ്ടായിരിക്കും. അത് നമുക്കറിയാലോ, ഇവിടെ പറയാൻ പറ്റില്ല. എനിക്ക് പൊസസീവ് വളരെ കുറവാണ് ഞാൻ വിചാരിച്ചത്. ചേട്ടാ ഞാൻ വീട്ടിൽ തന്നെയാണ്. ഏതൊക്കെ കാര്യത്തിലെ പൊസസീവ് കുറച്ച് കൂടുതലായിട്ട് തോന്നിയേ? എന്നോട് സംസാരിക്കണം, ഇവരോട് സംസാരിക്കാം. അതിന് സമയം ഉണ്ടാവില്ല. ഈ ഫീൽഡിൽ സമയം കുറവായിരിക്കും നമുക്ക്. ഏട്ടൻ്റെ എഡിറ്റ് ചെയ്യലും കഥ സെറ്റ് ആക്കണോ, അപ്പൊ കുറെ സമയം വേണ്ടി വരും. 24 മണിക്കൂർ മിക്ക ദിവസം തികയില്ല. ശരിയാ, ഒന്ന് കംപ്ലീറ്റ് ചെയ്തോടെ അടുത്തതിന് വേണ്ടിയുള്ള പ്ലാനിങ് പരിപാടി. ഞാൻ ഇന്നലെ ഒരു വെബ് സീരീസാ, അപ്പൊ ഫസ്റ്റ് പാർട്ട് റിലീസ് ചെയ്തു. അപ്പൊ ഇനി സെക്കൻഡ് പാർട്ട് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഞാൻ. ഇനി എനിക്ക് തേർഡ് പാർട്ട് നാളെ ഷൂട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ കഥ ഇതുവരെ ഞാൻ എഴുതിയില്ല, പക്ഷെ എല്ലാവരും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ എങ്ങനെയായാലും അതിന്റെ കഥ സെറ്റ് ആക്കും. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഈ പെട്ടെന്ന് റെഡിയാക്കിയ കഥ ആളുകൾ ഭയങ്കര ഏറ്റെടുത്ത എന്തെങ്കിലും ഉണ്ടോ? അതാണ് കൂട്ടിക്കൊണ്ടിരുന്നില്ല 49 വയസ്സുകാരിനാ, അത് രാവിലെ ഉണ്ടാക്കിയ സ്റ്റോറിയാ. എല്ലാവരോടും വരാൻ പറയും. ഞാൻ അങ്ങനെയാ, എല്ലാവരോടും ഇത്ര ആൾക്കാർ 4-5 ആൾക്കാരോട് വരാനെന്ന് പറയും. എന്നിട്ട് ഞാൻ രാവിലെ രാത്രി കഥയും ഉണ്ടാവും. രാത്രി ഞാൻ വിളിച്ചു പറയും ഇവരോടെല്ലാം റെഡി ആക്കുമ്പോൾ പറഞ്ഞ് പക്ഷെ രാവിലെ ആയിട്ട് എനിക്ക് കഥയൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ ആലോചിച്ച് പെട്ടെന്ന് ഒരു ത്രെഡും കിട്ടി, അതങ്ങോട്ട് ഡെവലപ്പ് ചെയ്തു. അതിനൊരു സ്ക്രിപ്റ്റും ഇല്ല, 0 സ്ക്രിപ്റ്റാ ആ വീഡിയോ. അത് എനിക്കൊന്നൊരു 800,000-900,000 അടുത്ത് റീച്ച് ആയിട്ടുണ്ട്. പെട്ടെന്നൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത് സക്സസ് ആക്കുന്ന ഒരു ഡയറക്ടർ. ഈ ഫീൽഡിൽ അതേ നടക്കൂ, അല്ലാണ്ട് നമ്മള് ദിവസങ്ങളോടെ ഇരുന്ന് കഥ എഴുതിയാലൊന്നും നടക്കൂല.